നമ്മുടെ മധ്യ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണിത്. പപ്പാസ് എന്നാണ് ഇതിൻ്റെ പേര്. ആ കുഴയ്ക്കുന്നത് കാണുമ്പോൾ അറിയാം, തന്നെ മുളക് മുമ്പിൽ നിൽക്കുന്ന വിനാഗിരിയൊക്കെ ഇട്ടിട്ടുള്ള കുറേ ദിവസം കേട് കൂടാതെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഈ പപ്പാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് മേരിക്കുട്ടി പറ. ഇതിൽ ചേർക്കുന്നത് പട്ട, ഗ്രാമ്പ്, ഏലക്ക, തക്കോലം, കടുക്, പെരിഞ്ചീരകം ഇതെല്ലാം കൂടി കൂട്ടി അരക്കും. മിക്സിയിലിട്ട് അരച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ആ പൊടിച്ച കൂട്ടത്തിൽ കൂടി കൂട്ടി ചൊറുക്കിയും ഒഴിച്ചിട്ട് അരക്കും. അരച്ച് കഴിഞ്ഞിട്ട് ഈ ബീഫ് കഴുകി വാരി വെച്ചിട്ടുണ്ടാകും, വെള്ളമൊന്നും ഇല്ലാതെ കഴുകി വാരി വെച്ചിട്ട് അത് പാത്രത്തോട്ട് ഇട്ടിട്ട് അരച്ച കൂട്ട് ഇതിനകത്തോട്ട് ഇടും. ഈ ബീഫ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ കാശ്മീരി ചില്ലി മറ്റേ സാധാരണ മുളക് പൊടി രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് വെളിച്ചെണ്ണയും ചൊറുക്കയും കൂടി കൂട്ടി നല്ലപോലെ കുഴച്ച് കൂട്ടിയിട്ട് മൺചട്ടിയിൽ വെച്ച് അടപ്പത്ത് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നമ്മള് ഒരു 2-3 ദിവസത്തെ ട്രിപ്പൊക്കെ പോണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കഴിച്ചിട്ട് വരാൻ പറ്റും. അപ്പൊ അതിന് നല്ല മണം തന്നെ വരുന്നുണ്ട്. അടിപൊളി സാധനമാണ്. ഞങ്ങള് സ്ഥിരം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ് ഇങ്ങനത്തെ സാധനങ്ങള്. അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് വെക്കണം തോന്നി.